വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം അംബികാം ഭഗവതിം വാണി രമാസേവിതാ കല്യാണി കമനീയ കൽപലതികാം കൈലാസനാഥ പ്രിയ വേദാന്ത പ്രതിപാദ്യമാന വിഭവ വിഗന്മനോരം सेवा कोऑर्डिनेटर രാജയോഗിനി ബ്രഹ്മകുമാരി ഉഷ ഭഗവതി. വ്യക്തിപരമായി ഞാനും ബ്രഹ്മകുമാരി ഉഷ സിസ്റ്ററും തമ്മിലുള്ള ഒരു ബന്ധം. അങ്ങനെ നമ്മുടെ ക്ഷണിച്ച ഉടൻ തന്നെ ഏറെ സന്തോഷത്തോടുകൂടി ഇന്നലെ കണ്ടാണ് മഹതി ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങി വന്നിരിക്കുന്നത്. ആ യാത്രാക്ഷീണമൊന്നും വകവെക്കാതെ ഈ യോഗത്തിൽ തീർച്ചയായും പങ്കെടുക്കും എന്ന് പറഞ്ഞ് കൃത്യസമയത്തിന് മുൻപായിട്ട് ഈ യോഗത്തിൽ എത്തിച്ചേർന്ന രാജയോഗിനി ബ്രഹ്മകുമാരി ഉഷ ഭഗൻജിയെ സ്വാഗത സംഘത്തിന്റെ പേരിൽ ആത്മാർത്ഥമായി സവിനയം സ്വാഗതം ചെയ്യുന്നു. शुभं कुरु त्वं कल्याणम् आरोग्यं धनसम्पदः शत्रुबुद्धि विनाशाय दीपज्योतिर्नमोस्तुते दीपज्योतिर्नमोस्तुते दीपज्योतिः परब्रह्म दीपज्योतिर्जनार्दनः दीपज्योतिः परब्रह्म दीपज्योतिर्जनार्दनः दीपो हरतु मे पापं सन्ध्यादीपनमोऽस्तुते ओ दीपब्रह्मरूपस्त्वं ज्योतिषां प्रभुरव्ययः ओ दीपब्रह्मरूपस्त्वं ज्योतिषां प्रभुरव्ययः आरोग्यं देहि पुत्रांश्च मतिं स्वच्छां हि मे सदा. ഓം ശാന്തി. നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ ഈ സന്ധ്യയോടടുക്കുന്ന സായങ്കാലം നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിനെയും ആർഷഭാരത സംസ്കാരത്തിൽ വേറെ ഒന്നും കൂടി ഊന്നലാക്കുന്ന ഒരു സമ്മേളനമാണ് ഈ സമ്മേളനം. എല്ലാവരും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവിടെ നമ്മളിപ്പോ എത്ര ഹിന്ദു ഏകതാ സമ്മേളനത്തിന്റെ പേരില് എത്ര സ്ഥലത്താണ് നടക്കുന്നത്, എന്തിനാണിത്? നമുക്കറിയാം, ഹിന്ദുമതം എന്നത് ഒരു സംസ്കാരമാണ്, ആർഷഭാരത സംസ്കാരമാണ്. ആ സംസ്കാരത്തിന് എവിടെയോ കോട്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് പാശ്ചാത്യ സംസ്കാരം നമ്മുടെ ഭാരതത്തിൽ വന്നപ്പോൾ അത് ഒന്നുകൂടി മനുഷ്യർക്ക് ജീവിതത്തിൽ പകർത്താനുള്ള ഒരു ആഗ്രഹമായിരിക്കാം. എങ്കിലും നമ്മുടെ ഈ സംസ്കാരം ആർക്കും മാറ്റാൻ സാധിക്കില്ല. കാരണം കൽപ്പവൃക്ഷം എന്ന് പറയുന്ന ഈ വൃക്ഷത്തിന്റെ ആണിവേര് ആർഷഭാരതമാണ്, സനാതനധർമ്മമാണ്.